എങ്ങനെയുണ്ടോ ഹോട്ടൽ ബിസിനസ് ഒക്കെ? ആ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോണു ഡോക്ടറെ. നിനക്ക് ജോലിക്കാരൊക്കെ ഇല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ ഒരു മണ്ടൻ കിട്ടും, അവരെ കൊണ്ടേക്കോണെങ്കിൽ ഒരു പണിയില്ലേ അവന്. ഇവനാകെ 2 പണിയുള്ളൂ, ആണി കറക്ക ബിരിയാണി കഴിക്കുക, ആണി കറക്ക ബിരിയാണി കഴിക്കുക. Super bracelet. I want bracelet. അഞ്ച് ഡോക്ടറെ കാണാട്ടാ. Brother, I want your bracelet, please. വൈനോട്ട് എന്നാ പിടിച്ചോ. ദരിദ്രവാസി. Thank you, brother. Wow! English? So sweet. ആ മുറിക്കാൻ ബിരിയാണി പോയി കഴിച്ചാ നീ? Biryani. അടുത്ത് പോ. മ്യൂസിക് സ്റ്റോപ്പ്. Spar. Come. അയ്യേ. Welcome to my world. I'm Mr. Nagulan. സണ്ണി. Sunny? സാർ ഇവിടെ ജീവിക്കണം. അതൊക്കെ വിട്, നീ കാര്യം വേടാ. ഇല്ല, ഞാൻ പിന്നെ വരാം. ഒരു മലയാളി സെറ്റ്. ഇവിടെ നോക്കടാ, നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണം. 5 മിനിറ്റിൽ 5 പൈസ ഞാൻ ചെയ്തതാ. ട്രൈ ചെയ്യാം. അങ്ങനെ നീ ട്രൈ ചെയ്യണ്ട. സാർ എന്നെ രക്ഷിക്കണം, എനിക്ക് പറ്റിപ്പോയി. എന്ത് പറ്റി പോണ നിനക്ക്? അതൊന്നുമല്ല, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു സിൻസിയറായിട്ട്. പ്രശ്നം അതല്ല, അവളെ കല്യാണം കഴിച്ചു പോയി. എനിക്കാണെങ്കിൽ അവളെ ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടുന്നു. എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും മല്ലികയുടെ മുഖമാണ് എന്റെ മനസ്സിൽ. എന്നിട്ട് സാർ സീരിയസ് ആണെന്ന് കേക്ക്. ഞാൻ വല്ലാത്ത ഡിപ്രഷനിലാണ്. നിങ്ങൾക്ക് ഈ ഹിപ്നോട്ടിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ വെച്ച് എന്നെ രക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് എങ്ങനെയും നന്നായിട്ട് ജീവിക്കണം. അതിനെനിക്ക് അവളെ മറക്കണം. ഞാൻ നന്നായിട്ട് ജീവിക്കുന്ന അവളെ കാണാൻ വേണം. സാറിന് ഇപ്പൊ പിടികിട്ടില്ലേ സംഗതി സീരിയസ് ആണെന്ന്? ഇയാൾ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാക്ക പറക്ക് ഭക്ഷിച്ചിടോ? കത്തിയാണോ തോക്കാണോ എന്തോ? ഡോക്ടർ നകുലന്റെ ശ്രദ്ധയ്ക്ക് പുറത്ത് 3 പേഷ്യൻസ് വെയിറ്റിംഗ്. ബ്രദർ ഒരു സെക്കൻഡ്, ഇയാൾക്ക് എന്താ വല്ല വട്ടുണ്ടോ? കുറെ നേരമല്ലേ ഈ കോപ്പായം തുടങ്ങിയിട്ട്? അത് ഇവന്റെ ഭാര്യ ആദ്യമായിട്ട് മേടിച്ചെടുത്ത കുപ്പിന്ന് ഇവൻ പറയുന്നത്. ഇവനെന്തോ വൃത്തിയുടെ കാണിച്ചു, അവൾ അതിട്ട് തന്നെ തലക്കടിച്ചു. അതിനുശേഷം അവൻ പറയുന്നത് ഇത് മോനാണെന്നോ ഭാര്യയാണെന്നൊക്കെ. അതൊക്കെ മാഡം തന്നെ ബീഫിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി മോദിജിയെ കാണാൻ വന്നതാ. വല്ലാത്ത കൊതിയുണ്ടേ കഴിക്കാൻ. കുട്ട, ഞാൻ അപ്പൊ നിന്നോട് പറയാണ്, അമ്പലത്തിൽ പോകുമ്പോ സണ്ണി ലിയോനെ വിചാരിക്കരുത്. അതും കേട്ട് നീ അമ്പലത്തിൽ പോയാ പിന്നെ അവളെ മാത്രമേ വിചാരിക്കൂ നീ. അതുപോലെ നീ മല്ലിക എത്ര വെറുക്കാൻ ശ്രമിക്കുന്നോ അത്ര നീ അവളെ ഓർക്കും. പിന്നെ അതിന് ഞാൻ പിണാക്കിയണം. ഇങ്ങോട്ട് നോക്കിയടാ, നീ അവളെ ഇനിയും സ്നേഹിക്കണം. ഒരു അബദ്ധം വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് സ്നേഹിക്കണം. പിന്നെ നടന്നു വിട്ടാണ് നടക്കുംടാ. പിന്നെ നീ ഇങ്ങോട്ട് വാടാ. എങ്ങോട്ട് എങ്ങോട്ട്? ബേട്ടോടാ. എന്ത് ബേട്ടോ? എന്താണ്? ഒക്കെ ഉണ്ട് മുത്തേ. എന്താണ് ഇഞ്ചക്ഷനാ? എന്താണ് അതിനകത്ത്? അതൊക്കെ ഉണ്ടാ നിന്റെ എല്ലാ പ്രശ്നവും. എന്റെ ശരീരത്തിൽ എന്തെങ്കിലും കുത്തി വെക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം. യാതൊരു സമ്മതിക്കില്ല. ശരിയാക്കരാ. എന്റെ സ്വഭാവം വളരെ ഒരു പൂച്ച കരഞ്ഞ വിഷമിക്കുന്ന കുരുവി മനസ്സാണ്. കല്യാണം കഴിച്ച ചേട്ടൻ നന്നായിട്ട് നോക്കിയാൽ മതിയായിരുന്നു.
യാ ജീവൻ മുക്കിയിട്ട പ്രേമം അവള് നനച്ച് തേച്ചിട്ടും കരിഞ്ഞു പിരിഞ്ഞു പോകാതെ സ്പാറടിച്ച് കാമനായി യമൻ സ്പാറടിച്ച് ലോലനായി. മോനെ എനിക്ക് തരാളാണ്ട് നാളെ മുതൽ സുഖമായിട്ട് ജോലിക്ക് പോട്ടാ. ജോലിയില്ല. ജോലിയില്ലേ നിനക്ക്? ജോലിയില്ല. നീ ബിടെക്കാണോ? ഏതെങ്കിലും ബാങ്ക് വെച്ചിങ്ങനെ പോയോ നീ? ഞാൻ ഒരു അഡ്രസ് തരാം, നീ അവിടെ വരെ പോ. എന്റെ കൂട്ടുകാരന്റെ ഹോട്ടലാട്ടാ, ചെറിയ ജോലിയാണ്. ഓർഡർ എടുക്കുക, ഡെലിവറി ചെയ്യാ. മനസ്സിലായ? ഓർഡർ എടുക്കുക, ഡെലിവറി ചെയ്യാ. ഓർഡർ എടുക്കുക, ഡെലിവറി ചെയ്യാ. അത്രേ ഉള്ളൂ. ഞാൻ വിളിച്ചു പറയാം, നീ പോയിട്ട് വാ. അല്ലടാ ഒന്നുമില്ല ഇതിന്റെ കയ്യില്. പൈസ ഇല്ല. പൈസ ഇല്ലേ? മൊബൈൽ എന്റെ മൊബൈൽ താടാ. ആൻഡ്രോയിഡ്. വാ മോനെ, നിന്റെ ജീവിതം സ്പാറാവൂട്ടാ. ധൈര്യമായിരുന്നു കേട്ടാ. വൈഫിനൊരു പേര് വേണം. മല്ലിക നീ സ്നേഹിക്കണം, ജീവിതം സ്പാറാവൂട്ടാ. എടി ഡോക്ടറെ കണ്ടിട്ട് സാരി മേടിക്കാം. എല്ലാം മനസ്സിലായില്ലേ? കാമന ലോലന. അതെ, നീ കാമന ലോലനാവൂട്ടാ. എല്ലാരും നീ സ്നേഹിക്കൂട്ടാ. എല്ലാരും സ്നേഹിക്കും. അത്രേ ഉള്ളൂ. അതന്നെ വൈഫാണ്. ചേട്ടന്റെ പേര് അയ്യോ പാവുട്ടി. നീ ഇങ്ങോട്ട് വാടിപ്പെട്ടി. പേടിക്കണ്ട, നല്ല പേര് ഡോക്ടർ ഇട്ട്. ഇത് എത്ര ആൻഡ്രോയിഡ്? ഇത് മൊത്തം തന്നെയാണല്ലോ. പേര് മറന്നു. വട്ടം പിന്നെ തുടങ്ങി. അങ്ങനെ സ്പാർ വിറ്റ് ഞാൻ പണക്കാരനായിട്ടാ. മ്യൂസിക് സ്റ്റാർട്ട് ഇട്ടാ. പായുന്ന യാകാശം ഞാൻ, പായുന്ന യാകാശമീ ഞാൻ, കാലമൻ കാൽക്കൽ വീഴുന്നു ഭൂമി താളത്തിൽ. ഹലോ, ഹോട്ടലല്ലേ? ആ സർ. ഒരു വലിയ പൊടിദോശ, ഒരു വലിയ പൊടിദോശ, മുകളിലൊരു മുട്ട, മുകളിലൊരു മുട്ട, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ ഒരു വലിയ പൊടിദോശ, പിന്നെയും പൊടിദോശ, മുകളിൽ മുട്ട, കുറച്ച് ഉള്ളി. ഉള്ളി. ലൊക്കേഷൻ? വൈഫിന് എന്താ വേണ്ടതെന്ന് ചോദിക്കണം. ഓ, കുറച്ച് കരിമ്പ് ജ്യൂസ് ഒഴുക്കി. മോളെ നിനക്ക് എന്താ വേണ്ടേ? ആ, വൈഫിന് വലിയൊരു പൊടിദോശ, മുകളിലൊരു മുട്ട മതി. വൈഫിന് ഉള്ളി വേണ്ടേ സർ? അതൊരു നല്ല ചോദ്യമാണ്. മല്ലികയ്ക്ക് കുറച്ച് ഉള്ളി ആവാം. നിനക്കെങ്ങനെ മല്ലിക അറിയാം? എം ജി കോളേജിലാണ് പഠിച്ച മല്ലിക. അതെ. പച്ച സ്കൂട്ടിയുള്ള? അതെ. ഗോവിന്ദന്റെ മോള് മല്ലിക? അതെ. നീ പറഞ്ഞോ. ചേട്ടനറിയോ, മല്ലിക ലൈഫിലെടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്നെ മറക്കാനുള്ള തീരുമാനമാണ്. പരിധിക്ക് അപ്പുറത്ത് ഞാൻ കുറെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല. കാരണം മല്ലിക നല്ല കുട്ടിയാണ്, അമ്മയാണ് സത്യം. നല്ല കുട്ടിയെ മല്ലികയ്ക്ക് ജീവിതത്തിൽ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണമായിരിക്കും വിധി. ചേട്ടനോട് ജീവിച്ചാൽ മല്ലിക എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. എനിക്കത് മതി. കാരണം അതാണ് എന്റെ സ്നേഹം. നീ അവളെ ഒരുപാട് സ്നേഹിച്ചു അല്ലടാ? ആ, ഞാനങ്ങനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് മല്ലിക. അയ്യോ പോയടാ, മല്ലിക പോയടാ. നീ പറയുന്നൊക്കെ കേട്ടോ അവള് പോയടാ. നമ്മളെ മല്ലിക ചത്തടാ. അപ്പൊ ശരി, ജീതസ് പാറോട്ടെട്ടാ. പ്രാന്തൻ ചില്ല് പൊട്ടിയ നല്ല അസൽ മൊബൈൽ ഇരിക്കട്ടെ. എന്റെ ദൈവമേ, ഇതെല്ലാം എവിടെ കൊണ്ടുവയ്ക്കും?
മ്യൂസിക് സ്റ്റാർട്ട്. Dear darling, ஒன்ன மல்லிகா கூப்பிடுறா. എന്തെങ്കിലും ചെറിയത് പറഞ്ഞാലേ പെടും. എന്ത് പറഞ്ഞു ഇന്നുണ്ടല്ലോ മല്ലിക അങ്ങനെ പറഞ്ഞു എന്നോട്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. മല്ലിക ചെറിയ കാര്യങ്ങളെല്ലാം നോക്കും. പാവം തോന്നും മല്ലിക അങ്ങനെ ചെയ്യുമ്പോൾ. മല്ലിക ഒരു ദിവസം ഉണ്ടല്ലോ ஒரு குப்பை டாக்டர் அண்ட் கிரேசி மல்லூஸ். ஸ்பா. Welcome to my world. I'm Mr. Sunny. സണ്ണി അല്ലേ? മിസ്റ്റർ നകുലനല്ലേ? മുട്ടേ വെച്ച് സ്പാർ എടുത്ത് സ്പിരിറ്റ് കലക്കി സിറിഞ്ചിൽ കേട്ടി ചോരെ കുത്തി